വീട്ടിലിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ച നിങ്ങളെ കൂടെ കാണിച്ചു തരാവേ. ദേ ഈ ടീംസിനെ കണ്ടു. ആദ്യം ഒരാൾ വന്ന്, പിന്നെ രണ്ടുപേർ വന്ന്, പിന്നെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് അമ്മയുടെ കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പയറും മുളകും കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ടീംസാണ് ഇവർ. ഇന്ന് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോകേണ്ട ദിവസം. ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കാണണം. സ്കാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡോക്ടറെ ഇന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. മന്ത്ലി ചെക്കപ്പാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അപ്പോൾ പോകുന്ന പോക്കിൽ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അമ്മ ചോദിച്ചു, ഈ ജീൻസ് ഇട്ടാൽ നിനക്ക് ടൈറ്റ് ആവൂലേ എന്ന് ചോദിക്കുക. പക്ഷേ ഇത് എനിക്ക് ലൂസാണ്, കാരണം ഇത് എൻ്റെ അനിയത്തിയുടെയാണ്. ഈ കോസ്റ്റ്യൂം മൊത്തം അവളുടെയാണ്. പണ്ട് എനിക്ക് അവളുടെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് അവളുടെ ഡ്രസ്സാണ് മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ്സ്. ഞാൻ ഈ പോകുന്ന സന്തോഷമൊന്നും തിരിച്ചു വരുമ്പോൾ എൻ്റെ മുഖത്തില്ല കേട്ടോ. ഞങ്ങൾ കാണിക്കുന്നത് കൊല്ലം NS ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുന്നത് ഒരു 2-3 മണിക്കൂർ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം. കാരണം ഇരുന്നിരുന്നിരുന്നിരുന്ന് വേറെ ഇറങ്ങുമ്പോഴായിരിക്കും ഡോക്ടർ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ഇന്നെന്തായാലും വളരെ നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. അങ്ങനെ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തൊരാഗ്രഹം പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ലേബർ റൂം ഒന്ന് കാണണമെന്ന്. നമ്മൾ പ്രസവിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ ലേബർ റൂം നമ്മൾ കണ്ടിരിക്കണമല്ലോ. അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് പുറത്തെങ്കിലും നമുക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പല ആൾക്കാരോട് തിരക്കി, നഴ്സസിൻ്റെ അടുത്ത് തിരക്കി. അപ്പോൾ അവർ പറഞ്ഞ് വാർഡൊക്കെ പറഞ്ഞു തന്നു, പക്ഷേ എന്താണ് കാര്യം എന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഒന്ന് കാണാനാന്ന് പറഞ്ഞപ്പോഴത്തേനും ഓക്കെ 4th ഫ്ലോറിൽ പോയാൽ മതി എന്നും പറഞ്ഞിട്ട്, ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സീനാകുമോ എന്നുള്ള ടെൻഷനുണ്ട്, എന്നാലും പോകാം എന്നുള്ള ഇതിൽ ഞങ്ങൾ എന്തായാലും പോയി. അവിടെ ചെന്ന് ലേബർ റൂം പുറമെ നിന്ന് കാണാനൊക്കെ കൊള്ളാം, ഉള്ളിൽ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ചേട്ടൻ ഇവിടെ ഇരുന്ന് പ്രസവിക്കാൻ കിടക്കുമ്പോൾ ടെൻഷൻ അടിച്ച് പുറത്തിരിക്കുന്ന ഭർത്താവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത്, ഞാൻ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങോട്ട്. അങ്ങനെ ഞാനും എല്ലായിടവും ചുറ്റും നടന്ന് കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ ആയിരിക്കും പ്രസവിക്കുന്നതെന്ന്. കാരണം ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു ട്രാവലും എടുത്തു. കാരണം ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് മന്ത്ലി ചെക്കപ്പ്. ഇനി അങ്ങോട്ട് പോകുമ്പം നമുക്ക് 2 ആഴ്ച കൂടുമ്പം ചെക്കപ്പിന് വരണം. അത് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ച കൂടുമ്പോഴും ചെക്കപ്പിന് വരണം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത്രയും ട്രാവൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, മിക്കവാറും അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറാനുള്ള ചാൻസ് കുറവാണ്. ഇറങ്ങിയപ്പോഴത്തേനും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ അമ്മ തന്നുവിട്ട് അയലയപ്പമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സീമാസിൽ ജസ്റ്റ് വരുന്ന വഴി നൈറ്റീസ് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് സീമാസിൽ കയറി. പക്ഷേ എന്നത്തെയും പോലെ തന്നെ വളരെ ശോകമായിരുന്നു. എങ്കിലും കയറിയതല്ലേ എന്ന് പറഞ്ഞിട്ട് 2 നൈറ്റി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ആരും അങ്ങോട്ട് പോകണ്ട കേട്ടോ, ആ ഡിസൈല മറ്റേ സൈല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല, ഇവിടെ ചെന്ന് കയറിയാൽ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ടാറ്റാ.